വെൽക്കം ടു യൂട്യൂബ് ചാനൽ അറ്റേതിൽ നക്ഷത്ര. അപ്പോൾ രാവിലെ തന്നെ ഋതുക്കുട്ടൻ അങ്ങോട്ട് കൂടെ ഓടിക്കളിക്കുകയാണ്. അപ്പോൾ ശരി വേണ്ട അവിടെ കളിക്കാനൊക്കെ നിർത്തിക്കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് അടുക്കളയിൽ കയറിയപ്പോൾ ഋതുക്കുട്ടനും തുമ്പിക്കുട്ടിക്ക് ഒരേ വാശി, ബാഗ് ഡ്രസ്സൊക്കെ ആക്കണം, മറ്റേ കുപ്പിയും വെള്ളമൊക്കെ ആക്കണം പറഞ്ഞിട്ട് ഒരേ വാശി. അപ്പോൾ ഇങ്ങനെ കറിയും വെക്കുന്ന ഇടയിൽ തിരക്കാണ്. പിന്നെ ഭൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഭൂരിക്ക് മാവ് കുഴച്ച് അതിലിത്തിരി പാലും ഉപ്പൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ നന്നായി റവയൊക്കെ ഇടും, അപ്പോൾ നന്നായി പൊങ്ങി വരും. അതുകൊണ്ട് പാലൊക്കെ ഇട്ടിട്ട് ഒഴിച്ചു കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 മിനിറ്റ് അത് കുഴച്ചവിടെ വെക്കാവേണ്ട കുഴച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പാലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ റവയൊക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെ ഇത്തിരി എണ്ണയൊക്കെ ആക്കിയിട്ട് അവിടെ വയ്ക്കണം. എന്നിട്ട് അത് ശരി പരത്താലോ എന്ന് വിചാരിച്ചു. പിന്നെ അല്ലിക്കുട്ടിക്ക് ചോറൊന്നും കൊടുത്തില്ല. അപ്പോൾ അല്ലിക്കുട്ടിക്ക് ചോറ് കൊടുക്കേണ്ട തിരക്കാണ്. അപ്പോൾ താറാവൊക്കെ പിന്നെയാണ് നമ്മുടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കണം. പിന്നെ ഋതുക്കുട്ടൻ തുമ്പിക്കുട്ടി അവർ ഭക്ഷണങ്ങളേ കഴിക്കുന്നില്ല. ഒരുപാട് പാടാണ് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ. അപ്പോൾ ശരി പറഞ്ഞ് കടലക്കറിയായിരുന്നു. അപ്പോൾ കടലക്കറി താളിച്ച് വെക്കാതൊക്കെ. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ താളിക്കുക? ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് താളിക്കുക. കറികളൊക്കെ ആയി ഇതൊക്കെ താളിച്ച് അതിൽ ഒഴിച്ച് വയ്ക്കുന്നു. കടുകൊക്കെ താളിച്ചിട്ട് അതിൽ ഒഴിക്കുകയാണ്. ഇങ്ങനെയാണ് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യുക? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ശരി അപ്പുറത്തെ അടുപ്പിൽ നിങ്ങൾ ചീഞ്ചട്ടിയിൽ വെച്ച് ഭൂരിയൊക്കെ ചൂടാന്ന് വിചാരിച്ചു. അപ്പോഴേക്കും തുമ്പിക്കുട്ടി ഓരോ വികൃതികൾ കളിക്കുന്നതുകൊണ്ട് ഓരോ തല്ലാനൊക്കെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ഋതുക്കുട്ടൻ തുമ്പിക്കുട്ടിക്ക് ഭൂരിയൊക്കെ വേണം ഭൂരി കൊടുത്തു. പിന്നെ എണ്ണയൊക്കെ തേച്ച് കുളിക്കാമെന്നൊക്കെ വിചാരിച്ചു. കുളിച്ച് ചെവിയിലൊക്കെ എണ്ണയിട്ട് കൊടുത്ത് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇടുകയാണ്. ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞ് കുടയൊക്കെ പിടിച്ച് ഞങ്ങൾ അംഗനവാടിക്ക് പോവുകയാണ്. അംഗനവാടിക്ക് പോണ വഴിയാണ് കേട്ടോ ഇത്. നിങ്ങൾ കണ്ടു നോക്കുക, അടിപൊളി സ്ഥലമാണെന്ന് പറയൂ. പിന്നെ പൂന്തോട്ടമൊക്കെ കണ്ടപ്പോൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു ഞങ്ങൾ. എന്നിട്ട് ഇങ്ങനെ എത്തി അംഗനവാടിൻ്റെ അവിടെ ഒരു പശുവിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. ആ പശുവാണത്തെ ഇത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അംഗനവാടി എത്തി. അംഗനവാടിയൊക്കെ എല്ലാവരെയും കണ്ട് ഫോട്ടോ കൊടുത്തപ്പോൾ തുമ്പിക്കുട്ടി ഒരേ കരച്ചിലായിരുന്നു. അപ്പോൾ അവളോട് ചേർന്ന് മഞ്ജുവിനോട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അംഗനവാടിയൊക്കെ ഓരോ ഫോട്ടോകളൊക്കെ ഞങ്ങൾ എടുത്തു. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബായ്.